ഗുഡ് മോർണിംഗ്. നമ്മളിനി അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. അടുത്ത ചാപ്റ്ററിനകത്ത് സെൻട്രൽ ലിമിറ്റ് തിയറം അതുപോലെ തന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസുമാണ് പഠിക്കുന്നത്. നമ്മൾ സാമ്പിളിംഗ് തിയറി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടായിരുന്നു. ഇനി നമുക്ക് സാമ്പിളിങ്ങിൻ്റെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻസും അതുപോലെ തന്നെ ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു അപ്ലൈഡ് ലെവലാണ് ഈ ഒരു സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് പറയുന്നത്. സോ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ലാർജ് ആൻഡ് സ്മോൾ സാമ്പിൾസ് നോക്കാം. വെൻ ദ സാമ്പിൾ സൈസ് ഇസ് മോർ ദാൻ 30 ദ സാമ്പിൾ ഈസ് നോൺ ആസ് ലാർജ് സാമ്പിൾ, അതർവൈസ് സ്മോൾ സാമ്പിൾ. സോ ഒരു സാമ്പിളിൻ്റെ സൈസ് വെച്ചിട്ട് നമുക്ക് ലാർജ് അല്ലെങ്കിൽ സ്മോൾ സാമ്പിൾ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാം. സാമ്പിൾ സൈസ് മോർ ദാൻ 30 ആണെങ്കിൽ അത് ലാർജ് സാമ്പിൾ എന്നും ലെസ് ദാൻ 30 ആണെങ്കിൽ നമ്മൾ സ്മോൾ സാമ്പിൾ എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പാരാമീറ്റേഴ്സ്. A measurable single valued function of the observation in a sample is called a statistic. If x1, x2, etc. xn is a sample drawn from a population, then a function of x1, x2, etc. xn is a statistic. എന്താണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു സാമ്പിളിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു മെഷറബിൾ ഫംഗ്ഷനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ x1, x2, etc. xn എന്ന് പറയുന്ന ഒരു സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ x1, x2, etc. xnലുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സാമ്പിൾ മീൻ x1 + x2 + etc. xn ഡിവൈഡ് ബൈ n ഈസ് എ ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ്, സോ ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്. സോ നമ്മളൊരു സാമ്പിൾ കൺസിഡർ ചെയ്യുകയെന്ന് വെച്ചു x1, x2, etc. xn എന്ന് പറയുന്നത് ആ ഒരു സാമ്പിളിൻ്റെ മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ആ x1 + x2 + etc. xnനെ അതിൻ്റെ സാമ്പിൾ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? x1 + x2 + etc. xn എന്ന് പറയുന്നത് x1, x2, etc. xnലുള്ള ഒരു ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ എന്ത് വിളിക്കാം? സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞ് വിളിക്കാം. സോ എ മെഷർ ഒബ്റ്റെയിൻ ഫ്രം സാമ്പിൾ ഈസ് എ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്. സോ ഒരു സാമ്പിളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു മെഷറബിൾ ഫംഗ്ഷൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Any function of the population value is called a parameter. For example, mean of the population is a parameter. So a parameter is a measure obtained from the population. നമ്മളിപ്പോൾ കണ്ടു സാമ്പിളിൻ്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനെയാണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. സോ സിമിലർലി പോപ്പുലേഷൻ്റെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ പാരാമീറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഒരു പോപ്പുലേഷൻ്റെ മീൻ എന്നൊക്കെ പറയുന്നത് എന്താ? അതൊരു പാരാമീറ്ററിന് എക്സാമ്പിളാണ്. ഇതുപോലെ മീൻ മാത്രമല്ല ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് വേണമെങ്കിലും നമുക്ക് എക്സാമ്പിളൊക്കെ എടുക്കാം. ഫോർ എക്സാമ്പിൾ പാരാമീറ്ററിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ പോപ്പുലേഷൻ വേരിയൻസ് ഒരു പാരാമീറ്റർ ആണ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെ മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതെല്ലാം പാരാമീറ്റേഴ്സിന് എക്സാമ്പിളാണ്. സോ ഈ ഒരു പോപ്പുലേഷൻ മാറ്റി ഇതൊരു സാമ്പിൾ മീഡിയൻ അല്ലെങ്കിൽ സാമ്പിൾ വേരിയൻസ്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നൊക്കെ എടുക്കുകയാണെങ്കിൽ അതെന്താവും? സ്റ്റാറ്റിസ്റ്റിക്കിന് എക്സാമ്പിളാവും. ഇനി നമുക്ക് സെൻട്രൽ ലിമിറ്റ് തിയറം നോക്കാം. ലെറ്റ് x1, x2, etc. xn be n independent variables. Let all have same distribution, same mean, same mu and same standard deviation, say sigma. Then the mean of these variables is x1 + x2 + etc. xn divided by n follows a normal distribution with mean is equal to mu and standard deviation is equal to sigma by root n when n is large. ഇവിടെ സെൻട്രൽ ലിമിറ്റ് തിയറത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ x1, x2, etc. xn എന്ന് പറയുന്ന n ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ആ എല്ലാ വേരിയബിൾസിൻ്റെയും മീൻ എന്ന് പറയുന്ന സെയിം ആയിരിക്കും. അത് നമ്മൾ mu ആയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സെയിം ആയിരിക്കും. അത് നമ്മൾ സിഗ്മയായിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ x1 + x2 + etc. + xn ഡിവൈഡ് ബൈ n എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾസിൻ്റെ സമ്മ് എന്ത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് mu ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ റൂട്ട് n ആയിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, n ലാർജ് ആയിരിക്കുന്ന കേസിലാണ് ഇത് പോസിബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ? നമുക്ക് ഈ ഒരു x1, x2, etc. xn എന്ന് പറയുന്ന ഒരു വേരിയബിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് പോലും അറിയത്തില്ല. ആകെ അറിയാവുന്ന സെയിം മീനാണ്, സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. സോ അങ്ങനെയുള്ളൊരു കേസിൽ മൊത്തം വേരിയബിൾസിനെ ആഡ് ചെയ്തിട്ട് അതിനെ ടോട്ടൽ നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താവും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവുകയാണ്. ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് mu ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ റൂട്ട് n ആയിരിക്കും. The central limit theorem is considered to be one of the most remarkable theorems in the entire theory of statistics. The theorem is called central because its central position in probability distribution and statistical inference. നമ്മളിത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറാണ്. ഈ ഒരു പ്രോബബിലിറ്റിയുടെ കേസിൽ ഇതാണ് ഒരു സെൻട്രൽ പൊസിഷനിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് പറഞ്ഞ് പേരും വന്നത്. സോ കണ്ടീഷൻ ഫോർ സെൻട്രൽ ലിമിറ്റ് തിയറം ആർ വേരിയബിൾസ് മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ്, ഓൾ വേരിയബിൾസ് ഷുഡ് ഹാവ് common mean and common standard deviation, all variables should have same distribution, n is very large. So ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറം അപ്ലൈ ചെയ്യുന്നത്. വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അതുപോലെ എല്ലാ വേരിയബിൾസിനും സെയിം മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ
ഡിസ്ട്രിബ്യൂഷനും ആയിരിക്കണം. ഈ ഒരു ടോട്ടൽ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ വേരിയബിളിലും സെയിം ഡിസ്ട്രിബ്യൂഷൻ എന്നായിരിക്കണം. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് അറിയണമെന്നില്ല, എടുത്തിട്ടുള്ള എല്ലാം ഏതെങ്കിലും ഒരു കോമൺ ഡിസ്ട്രിബ്യൂഷൻ എന്നായിരിക്കണം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിൾ സൈസ് n എന്ന് പറയുന്നത് വളരെ ലാർജും ആയിരിക്കണം. ഇനി നമുക്ക് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കാം. Sample statistic is a random variable, as every random variable has a probability distribution. Sample statistic also has a probability distribution. The probability distribution of a sample statistic is called sampling distribution of that statistic. For example, sample mean is a statistic and the distribution of sample mean is a sampling distribution. Sampling distribution plays a very important role in the study of statistical inference. നമ്മൾ സാമ്പിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ ഡിഫൈൻ ചെയ്യുന്ന സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. നമുക്കറിയാം എല്ലാ റാൻഡം വേരിയബിളും ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സോ ഈ ഒരു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിനും ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആ ഒരു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ പറയുന്നതാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന്. അപ്പോൾ ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കാണ്. സോ ആ ഒരു സാമ്പിൾ മീനിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എക്സാമ്പിളായിട്ട് എടുക്കാം. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് എറർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക് ഈസ് കോൾഡ് ദ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്. ഫോർ എക്സാമ്പിൾ, സാമ്പിൾ മീൻ എക്സ് ബാർ ഹാസ് എ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ. സ്റ്റാൻഡേർഡ് എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്ത സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ സാമ്പിൾ മീൻ കൺസിഡർ ചെയ്തു. ആ സാമ്പിൾ മീനെ നമ്മൾ എക്സ് ബാർ ആയിട്ട് എടുത്തു. ആ ഒരു എക്സ് ബാറിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ എക്സ് ബാർ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് നമ്മളിവിടെ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ ഇസ് സിഗ്മ ബൈ റൂട്ട് n, where sigma is the population of standard deviation and n is the sample size. സാമ്പിൾ മീനിൻ്റെ സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ ബൈ റൂട്ട് n ആണ്. ഇവിടെ സിഗ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. n എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സൈസാണ്. Uses of standard error. Standard error plays a very important role in the large sample theory and forms the basis of testing of hypothesis. It is used for testing a given hypothesis. Standard error gives an idea about the reliability of the sample. The reciprocal of standard error is a measure of reliability of the sample. Standard error can be used to determine the confidence limits of population measures like mean, proportion, standard deviation, etc. സോ ഒരുപാട് ആപ്ലിക്കേഷനുള്ള ഒരു മെഷറാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. കോമൺലി യൂസ്ഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, chi-square ഡിസ്ട്രിബ്യൂഷൻ, ടി ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, chi-square ഡിസ്ട്രിബ്യൂഷൻ, ടി ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ എഫ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇനി നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണ്. ഇവിടെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ബേസിലാണ് നമ്മൾ നോക്കുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കോമൺ ആയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ പഠിച്ചതാണ്. ഇനി നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിൽ എങ്ങനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് ഇവിടെ നോക്കുന്നത്. When the sample is large or when population standard deviation is known, the following sample statistics have standard normal distribution. Suppose we denote these സ്റ്റാറ്റിസ്റ്റിക് ബൈ ഇസഡ്. സാമ്പിൾ സൈസ് ലാർജ് ആയിട്ടുള്ള കേസിലും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാമെങ്കിലും ഈ താഴെ കൊടുത്തിട്ടുള്ള സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കുകളൊക്കെ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. സോ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കിനെ നമ്മൾ ഇസഡ് എന്ന് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് നോക്കാം. ഇസഡ് ഇസ് ഇക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ, വെയർ എക്സ് ബാർ ഇസ് ദ സാമ്പിൾ മീൻ ആൻഡ് മ്യൂ ഇസ് ദ പോപ്പുലേഷൻ മീൻ. Z is equal to x1 bar minus x2 bar divided by standard deviation of x1 bar minus x2 bar, where x1 bar and x2 bar are the standard deviation of two samples. Z is equal to p minus p divided by standard deviation of t, where small p is the sample proportion and capital P is the population proportion. Z is equal to P1 minus P2 divided by standard deviation of P1 minus P2, where P1 and P2 are sample proportions. Z is equal to S minus sigma divided by standard deviation of S, where S is the sample standard deviation and sigma is the population standard deviation. Z is equal to S1 minus S2 divided by standard deviation of S1 minus S2, where S1 and S2 are standard deviation of two samples. അപ്പം ഈ കൊടുത്തിട്ടുള്ള 6 കേസസിലും നമുക്ക് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാം. അതുപോലെ തന്നെ ഈ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് വളരെ ലാർജുമാണ്. അങ്ങനെയുള്ള കേസിൽ ഈ കൊടുത്തിട്ടുള്ള എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇൻ ഓൾ ദീസ് കേസസ് ഇസഡ് ഫോളോസ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് ഇസഡ് ഫോളോസ് നോർമൽ 0,1
probability function of z is f of z is equal to 1 by root of 2 pi e raised to minus z square by 2 for 0 less than z less than infinity. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ സാധാ കൺസിഡർ ചെയ്യുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ അങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ PDF എങ്ങനെയായിരിക്കും, നമ്മൾ സാധാരണ നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് മീൻ 0യും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ കിട്ടും. അതാണ് ഈ കൊടുത്തിരിക്കുന്നത് എഫ് ഓഫ് ഇസഡ് ഇസ് ഇക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 2 പൈ ഇ റേസ് ടു മൈനസ് ഇസഡ് സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഇസഡ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഇസഡ് ഡിസ്ട്രിബ്യൂഷൻ is a normal distribution, so it has all the properties of a normal distribution. Further, its mean is equal to 0, standard deviation is equal to 1, probability of minus t less than z less than 0 is equal to probability of 0 less than z less than t is equal to integral 0 to t phi of z dt, where phi of z is equal to 1 by root of 2 pi e raised to z square by 2. Third one, integral 0 to infinity phi of z dz is equal to integral minus infinity to 0 phi of z dz, that is equal to 0.5. ഇപ്പോൾ ഈ ഒരു ഇസഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താ, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. സോ അതുകൊണ്ട് തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഈ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. ഇവിടെയുള്ളൊരു ചെറിയ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ മീൻ 0 ആയിരിക്കും, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയിരിക്കും. നമുക്കറിയാം നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോബ്ലംസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്തപ്പോഴും കണ്ടതാണ്, ലെഫ്റ്റ് സൈഡിലോട്ടുള്ള പ്രോബബിലിറ്റിയും റൈറ്റ് സൈഡിലോട്ടുള്ള പ്രോബബിലിറ്റിയും സെയിം ആണ്. ആ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0.5 ആണ്. ഈ ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനായി ഇസഡിന് ഒരുപാട് യൂസസ് ഉണ്ട്. ഒന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ പോപ്പുലേഷൻ്റെ മീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ രണ്ട് പോപ്പുലേഷൻ്റെ മീൻ തമ്മിലുള്ള ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ രണ്ട് പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ തമ്മിലുള്ള ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ രണ്ട് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനായി ഇസഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ കാണുവാണ്. അതെന്ന് പറയുന്നത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനാണ്. ഇഫ് ഇസഡ് ഫോളോസ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ഇസഡ് സ്ക്വയർ വിൽ ഫോളോ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ ഇസഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ഇസഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് വേറൊരു ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ്റെ പേര് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനകത്ത് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ലെറ്റ് എസ് ആൻഡ് സിഗ്മ ബി ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾ ആൻഡ് പോപ്പുലേഷൻ റെസ്പെക്റ്റീവ്ലി. ലെറ്റ് എൻ ബി ദ സാമ്പിൾ സൈസ്, then n square by sigma square follows a chi-square distribution with n-1 degrees of freedom. ഇവിടെ നമ്മൾ സ്മോൾ ലെറ്റർ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അതുപോലെ സിഗ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. എൻ എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സൈസാണ്. അങ്ങനെയാണെങ്കിൽ n സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇവിടുത്തെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-1 ആണ്. Third one, if z1, z2, etc. zn are n standard normal variables, then z1 square, z2 square, etc. zn square will follow chi-square distribution with n degrees of freedom. നമ്മൾ ഫസ്റ്റ് ഇതിൽ കണ്ടു ഇസഡ് എന്ന് പറയുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇസഡ് സ്ക്വയർ എന്ന് പറയുന്ന കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. ഇവിടെ z1, z2, etc. n സ്റ്റാൻഡേർഡ് നോർമൽ വേരിയൻസ് ഉണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും സ്ക്വയർ എന്ന് പറയുന്നത് ആ ഒരു ടോട്ടൽ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. A continuous random variable chi-square is said to follow chi-square distribution if f of chi-square is equal to 1 by 2 raised to n by 2 divided by gamma n by 2 e raised to minus chi-square divided by 2 into chi-square raised to n by 2 minus 1 for 0 less than or equal to chi-square less than or equal to infinity. This distribution is known as chi-square distribution with n degrees of freedom. The parameter of the distribution is n. ഇവിടെ ഈ കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ PDF അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ അൺനോൺ പാരാമീറ്റർ എന്ന് പറയുന്നത് n ആണ്. ഈ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ നമുക്ക് എത്ര ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് നോക്കും. ആ ഒരു
ടോട്ടൽ ഒബ്സർവേഷനിൽ നിന്ന് എത്ര അൺനോൺ പാരാമീറ്റേഴ്സ് ഉണ്ട്, സോ അതിനെ നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കളയുക ചെയ്യുന്നത്. സോ ഇവിടെ n ഒബ്സർവേഷൻസ് ആണുള്ളത്. അതിൻ്റെ നമുക്ക് കൈ സ്ക്വയറിൻ്റെ കേസിൽ അൺനോൺ പാരാമീറ്റേഴ്സ് ഏതാ ഉള്ളത്? ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് നമുക്കിവിടെ n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. ഇനി ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇതൊരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമ്മൾ കണ്ടു. ഇതൊരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. കൈ സ്ക്വയറിൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് n ആയിരിക്കും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻക്രീസസ്, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ അപ്രോച്ചസ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താ n. സോ ആ ഒരു n കൂടുന്നതനുസരിച്ച് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനും നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യും. Mean of chi-square distribution is n and variance of chi-square distribution is 2n and mode of chi-square distribution is n-2 where n is the degrees of freedom. Chi-square distribution കേസിൽ മീൻ എന്ന് പറയുന്നത് n ആണ്. അതുപോലെ വേരിയൻസ് എന്ന് പറയുന്നത് 2n ആണ്. മോഡ് എന്ന് പറയുന്നത് n-2 ആണ്. ഇവിടെ n ആണ് chi-square distributionൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. For large values of n, chi-square distribution is symmetric. Sum of two independent chi-square variates is also a chi-square variate. എന്നിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആയിരിക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് നമ്മൾ കണ്ടല്ലേ, സിമെട്രിക് ആണ്. സോ n കൂടുമ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അപ്രോക്സിമേറ്റ് ആവുമെന്നും കണ്ടു. സോ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആയിരിക്കും. രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ സം എന്ന് പറയുന്നതും കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും. ഇനി ഈ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ യൂസ് നോക്കാം. കൈ സ്ക്വയർ ഇസ് എ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇൻ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ്. ഫോളോയിങ് ആർ ദ യൂസ് ഓഫ് കൈ സ്ക്വയർ ടു ടെസ്റ്റ് ദ ഗിവൻ പോപ്പുലേഷൻ വേരിയൻസ് വെൻ സാമ്പിൾ ഈസ് സ്മോൾ. ഈ ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പലയിടത്ത് യൂസ് ചെയ്യാറുണ്ട്. ഒന്നാമത്തെ യൂസ് എന്താണെന്ന് വെച്ചാൽ സാമ്പിൾ സൈസ് സ്മോൾ ആയിരിക്കുന്ന കേസിൽ പോപ്പുലേഷൻ്റെ വേരിയൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഈ ഒരു ഗുഡ്നെസ് ഓഫ് ഫിറ്റും അതിൻ്റെ ടെസ്റ്റിങ്ങും ഒക്കെ നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ രണ്ട് അട്രിബ്യൂട്ട്സ് ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു എടുത്തിട്ടുള്ള സാമ്പിൾ സൈസ് എല്ലാം ഒരു ഡേറ്റയിൽ നിന്ന് തന്നെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതായത് ഹോമോജിനിറ്റി ഓഫ് ഡേറ്റ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്ന സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ലെറ്റ് എക്സ് ബാർ ആൻഡ് എസ് be the mean and standard deviation of the sample drawn from a normal population and let sample size n be small. Then x bar minus mu divided by s by root of n-1 is equal to t follows a t distribution with n-1 degrees of freedom. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമ്മളൊരു സാമ്പിൾ ഡ്രോ ചെയ്ത് നിർത്തും. ആ ഒരു സാമ്പിളിൻ്റെ മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എസ് ആണ്. ആ ഒരു ടോട്ടൽ സാമ്പിളിൻ്റെ സൈസ് n ആണെങ്കിൽ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡ് ബൈ എസ് ബൈ റൂട്ട് ഓഫ് n-1 എന്ന് പറയുന്നത് ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-1 ആണ്. Let x1 bar s1 and n1 be the mean, standard deviation and size of the sample. Let x2 bar s2 and n2 be the mean, standard deviation and size of another sample. Both the samples be small. Suppose the samples are drawn from a normal population with the same mean and same variance. Then root of n1 s1 square plus n2 s2 square divided by n1 plus n2 minus 2 into 1 by n1 plus 1 by n2 is equal to t follows t distribution with n1 plus n2 minus 2 degrees of freedom. ഇനി നമ്മൾ രണ്ട് സാമ്പിൾ കൺസിഡർ ചെയ്യാൻ നിർത്തു. രണ്ട് സാമ്പിൾ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സാമ്പിളിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ തന്നെ സൈസ് എന്ന് പറയുന്നതാണ് x1 ബാർ s1 ആൻഡ് n1. രണ്ടാമത്തെ സാമ്പിളിൻ്റെ മീനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സൈസ് 1 x2 ബാറും s2ഉം n2ഉം. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ ഡിവൈഡ് ബൈ n1 പ്ലസ് n2 മൈനസ് 2 ഇൻറ്റു 1 ബൈ n1 പ്ലസ് 1 ബൈ n2 എന്ന് പറയുന്നത് ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n1 പ്ലസ് n2 മൈനസ് 2 ആയിരിക്കും. ഇവിടെ നമുക്ക് ഫസ്റ്റ് സാമ്പിളിൻ്റെ ഒരു അൺനോൺ പാരാമീറ്റർ ഉണ്ട്, അടുത്ത സാമ്പിളിൻ്റെ ഒരു അൺനോൺ പാരാമീറ്റർ ഉണ്ട്. സോ അതിങ്ങനെയാണ് രണ്ടെണ്ണം കൂടെ കൂട്ടി n1 പ്ലസ് n2 മൈനസ് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. The probability function of t distribution. A random variable t is said to follow a t distribution if its probability density function is f of t is equal to gamma n plus 1 divided by 2 divided by root of n pi into gamma n by 2 into 1 plus t square divided by n raised to n plus 1 divided by 2 for minus infinity less than t less than infinity. ഒരു ടി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ n എന്ന് പറയുന്നത് ഈ ഒരു സിമ്പലിൽ എഴുതുവാണെങ്കിൽ ഗാമ n എന്ന് പറഞ്ഞാണ് വായിക്കുന്നത്.
നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ഒന്നും ചെയ്യാനില്ല. സോ ജസ്റ്റ് തിയറി മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ n ആണ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ടി ഡിസ്ട്രിബ്യൂഷൻ. ടി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. For large samples, T distribution approaches to normal distribution. നമുക്കറിയാം ടി ഡിസ്ട്രിബ്യൂഷൻ ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ലാർജ് സാമ്പിളിൻ്റെ കേസിൽ ടി ഡിസ്ട്രിബ്യൂഷനും നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അപ്രോച്ച് ചെയ്യും. ഓൾ ഓഡ് മൊമെൻറ്റ്സ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ആർ സീറോ. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഓഡ് മൊമെൻറ്റ്സ് എല്ലാം തന്നെ സീറോ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് സീറോ ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് n ഡിവൈഡ് ബൈ n-2 ആണ്. ഫോർ n ഗ്രേറ്റർ ദാൻ 2 ആൻഡ് n ഇസ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ ഡിനോമിനേറ്റർ കണ്ടോ, n-2 എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കണം. ഇവിടെ n അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ടി കർവ് ഈസ് മാക്സിമം അറ്റ് t ഈക്വൽ ടു 0. ടി ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് മാക്സിമം പോയിന്റ് അറ്റൈൻ ചെയ്യുന്നത് t ഈസ് ഈക്വൽ ടു 0 എന്നുള്ള കേസിലാണ്. ടി കർവ് ഹാസ് ലോങ് ടെയിൽസ് ടുവേർഡ്സ് ലെഫ്റ്റ് ദാൻ ദ റൈറ്റ്. ആ ഒരു ടി ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും അതിന് കൂടുതൽ ടെയിൽ റൈറ്റ് സൈഡിനെ കാട്ടിലും. ടി ഡിസ്ട്രിബ്യൂഷൻ്റെ മെയിൻ യൂസസ് നോക്കാം. ദ വേരിയബിൾ ടി ഈസ് എ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെനി സെറ്റ്സ് ഓഫ് ഹൈപ്പോത്തസിസ്. ദോസ് ടെസ്റ്റ് ആർ നോൺ ആസ് ടി ടെസ്റ്റ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു ടി സ്റ്റാറ്റിസ്റ്റിക് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു ടെസ്റ്റിങ്ങിനെ നമ്മൾ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. ഈ ഒരു ടി ടെസ്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ടു ടെസ്റ്റ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ വെൻ സാമ്പിൾ ഈസ് സ്മോൾ. സാമ്പിൾ സൈസ് സ്മോൾ ആയിരിക്കുന്ന കേസിൽ പോപ്പുലേഷൻ്റെ മീനിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടി ടെസ്റ്റ് യൂസ് ചെയ്യും. ടു ടെസ്റ്റ് വെദർ ദ ടു സാമ്പിൾസ് ഹാവ് സെയിം മീൻ വെൻ ദ സാമ്പിൾസ് ആർ സ്മോൾ. രണ്ട് സാമ്പിളിൽ സ്മോൾ ആയിരിക്കുന്ന കേസിൽ ആ ഒരു സാമ്പിളിൻ്റെ മീൻ എന്ന് പറയുന്നത് സെയിം ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടി ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. To test whether there is difference in the observations of the two dependent samples. രണ്ട് ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസിൻ്റെ ഒബ്സർവേഷൻസ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടി ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ടു ടെസ്റ്റ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഒരു പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് സിഗ്നിഫിക്കൻ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടി ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ അടുത്ത് പറയുന്ന സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനാണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ലെറ്റ് n1 and n2 be the sizes and s1 square and s2 square be the variances of two independent drawn samples from normal population having common standard deviation sigma. Then n1 s1 square divided by n1 minus 1 the whole divided by n2 s2 square divided by n2 minus 1 follows F distribution with n1 minus 1 and n2 minus 1 degrees of freedom. നമ്മൾ രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സാമ്പിൾസ് കൺസിഡർ ചെയ്യുവാണ്. ഈ രണ്ട് സാമ്പിളിന് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ സാമ്പിളിൻ്റെ സൈസ് n1 ആണ്, രണ്ടാമത്തെ സാമ്പിളിൻ്റെ സൈസ് n2 ആണ്. ഈ ഒരു സാമ്പിളിൻ്റെ വേരിയൻസസ് എന്ന് പറയുന്നത് s1 സ്ക്വയറും s2 സ്ക്വയറുമാണ്. ഈ ഒരു സാമ്പിൾ ഡ്രോൺ ചെയ്തിരിക്കുന്ന പോപ്പുലേഷൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മയാണ്. അങ്ങനെയാണെങ്കിൽ n1 s1 സ്ക്വയർ ഡിവൈഡ് ബൈ n1 മൈനസ് 1 ദ ഹോൾ ഡിവൈഡ് ബൈ n2 s2 സ്ക്വയർ ഡിവൈഡ് ബൈ n2 മൈനസ് 1 എന്ന് പറയുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഈ ഒരു എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n1 മൈനസ് 1ഉം n2 മൈനസ് 1ഉം ആയിരിക്കും. Probability density function of F distribution. A random variable f is said to follow F distribution if its probability function is f of f is equal to n1 by n2 raised to n1 by 2 into f raised to n1 by 2 minus 1 the whole divided by b of n1 by 2 comma n2 by 2 into 1 plus n1 by n2 into f the whole raised to n1 plus n2 divided by 2 for 0 less than f less than infinity. Here degrees of freedom is equal to n1 minus 1 comma n2 minus 1. ഈ എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n1 മൈനസ് 1 കോമ n2 മൈനസ് 1 ആയിരിക്കും. ഇനി നമുക്ക് എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. എഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ഇഫ് എഫ് ഫോളോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 കോമ n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ദെൻ 1 ബൈ എഫ് ഫോളോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n2 കോമ n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എഫ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. എഫ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് വെക്കുക. ആ ഒരു എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 കോമ n2 ആണെങ്കിൽ 1 ബൈ എഫ്, അതായത് അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ ഒരു ചേഞ്ച്, അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n2 കോമ n1 ആയിരിക്കും. മീൻ ഓഫ് ദ എഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് n2 ഡിവൈഡ് ബൈ n2 മൈനസ് 2 വെർ n1 കോമ n2 ആർ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് n2 ഡിവൈഡ് ബൈ n2 മൈനസ് 2 ആണ്. ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 കോമ n2 ആണ്. എഫ് കർവ് ഈസ് ഡേ ഷേപ്ഡ് വെൻ n2 ലെസ് ദാൻ ഈക്വൽ ടു ആൻഡ് ബെൽ ഷേപ്ഡ് വെൻ n1 ഗ്രേറ്റർ ദാൻ 2. ഈ ഒരു എഫിൻ്റെ കർവ് നോക്കുകയാണെങ്കിൽ n2 ലെസ് ദാൻ ഈക്വൽ ടു 2ൻ്റെ കേസിൽ ജെ ഷേപ്പും അതുപോലെ n1 ഗ്രേറ്റർ ദാൻ 2ൻ്റെ കേസിൽ ഒരു ബെൽ ഷേപ്പും ആയിരിക്കും ഉള്ളത്. ഇനി യൂസസ് ഓഫ് എഫ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. എഫ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ്.
The test conducted on the basis of F statistic is called F test. F test can be used to test the equality of variances of two populations when samples are small. Test the equality of means of 3 or more population. നമ്മൾ എഫ് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യുന്നത് സാധാരണ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു എഫ് സ്റ്റാറ്റിസ്റ്റിക് ബേസ് ചെയ്തിട്ട് നടത്തുന്ന ടെസ്റ്റിന് നമ്മൾ എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എഫ് ടെസ്റ്റ് സാധാരണ നമ്മൾ മെയിനായിട്ട് 2 കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് സാമ്പിൾസ് സ്മോൾ ആയിരിക്കുന്ന കേസിൽ 2 പോപ്പുലേഷൻ്റെ വേരിയൻസസ് ഈക്വൽ ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ 3 അതിൽ കൂടുതലോ പോപ്പുലേഷൻ്റെ മീൻ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു എഫ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നോർമൽ കൈ സ്ക്വയർ ടി ആൻഡ് എഫ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണ്. ഈ 4 ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, കൈ സ്ക്വയർ, ടി, എഫ്. അപ്പോൾ ഈ ഒരു 4 ഡിസ്ട്രിബ്യൂഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വെൻ എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഇസ് ഇക്വൽ ടു മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഇക്വൽ ടു സിഗ്മ, ദെൻ ഇസഡ് ഇസ് ഇക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഫോളോസ് സ്റ്റാൻഡേർഡ് നോർമൽ. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എക്സ് എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതിൻ്റെ മീൻ മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണെങ്കിൽ ഇസഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്. ഇസഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ആയിരിക്കും. വെൻ Z1, Z2, etc. Zk are k standard normal variates, then summation Z square follows chi square with k degrees of freedom. അപ്പം Z1, Z2, etc. Zk എന്ന് പറയുന്നത് k സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ വേരിയറ്റ്സ് ആണെങ്കിൽ സമ്മേഷൻ Z സ്ക്വയർ എന്ന് പറയുന്നത് chi സ്ക്വയർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് k ആയിരിക്കും. If Z follows standard normal distribution and Y follows chi square distribution with k degrees of freedom, then Z divided by root of Y divided by k follows T distribution with k degrees of freedom. Z എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് വെക്കുക. അതുപോലെ Y എന്ന് പറയുന്ന ഒരു chi square distribution with k degrees of freedom ആണെങ്കിൽ Z divided by root of Y by k എന്ന് പറയുന്നത് T ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ആ T ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരിക്കും? k ആയിരിക്കും. If y1 and y2 are 2 chi-square variates with n1 and n2 degrees of freedom, then y1 divided by n1 plus y2 divided by n2 follows F distribution with n1 minus 1, n2 minus 1 degrees of freedom. y1 y2 എന്ന് പറയുന്ന 2 chi square ഡിസ്ട്രിബ്യൂഷനിൽ നിന്നുള്ള വേരിയബിൾസ് ആണെന്ന് നോക്കുക. ആ ഒരു y1ൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1ഉം y2ൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n2 ആണെങ്കിൽ y1 ഡിവൈഡ് ബൈ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡമായ n1 പ്ലസ് y2 ഡിവൈഡ് ബൈ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡമായ n2 എന്ന് പറയുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ആ എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n1 മൈനസ് 1, n2 മൈനസ് 1 ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ പഠിക്കുന്നത്. ഇത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് സെൻട്രൽ ലിമിറ്റ് തിയറം അതുപോലെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസുമാണ് പഠിച്ചത്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് നോർമൽ പഠിച്ചു, chi സ്ക്വയർ പഠിച്ചു, ടി ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു, എഫ് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു. അപ്പോൾ ഇതിനകത്ത് തിയറീസ് മാത്രമേ ഉള്ളൂ, പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. സോ ഈ ഒരു തിയറി തറവായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ചാപ്റ്ററിൻ്റെ നോട്ട് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.